നമുക്ക് ഒന്ന് കറങ്ങാൻ പോയാലോ? കറക്കം മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. നമ്മളിതാ ബൈക്കിൽ കയറി പോകുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? ചേട്ടനാണെങ്കിൽ കാല് വയ്യ. അങ്ങനെ നമ്മൾ വിചാരിച്ചു വൈദ്യശാലയിലോട്ട് പോവാമെന്ന്. അവിടെ പോയാൽ ഡോക്ടർ എന്തെങ്കിലും മരുന്നൊക്കെ തന്നാലോ. അങ്ങനെ അവിടെ പോയപ്പോഴാണെങ്കിൽ ഡോക്ടർ ഇല്ല അവിടെ. ഡോക്ടർ അന്ന് എവിടെയോ മീറ്റിംഗ് ആയതുകൊണ്ട് ഡോക്ടർ അന്ന് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് നേരെ എങ്ങോട്ടാ? നമ്മുടെ റേഷൻ കടയിലോട്ട്. ഇവിടുത്തെ റേഷൻ കടയിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ മാമനും മാമിയും പാവങ്ങളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളും പറക്കി ബൈക്കിൽ താ പോകുന്നു നമ്മൾ. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയണ്ടേ? നമ്മൾ നേരെ അരുവിക്കര സപ്ലൈകോയിലോട്ടാണ് പോയത്. മാവേലിയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ തന്നെ. അങ്ങനെ നമ്മൾ സപ്ലൈകോയിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൂടെ വാരിപ്പറക്കി നമ്മൾ സപ്ലൈകോയിലോട്ട്. അവിടെ എത്തിയപ്പോഴാണെങ്കിലോ ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് റേഷൻ കടയിലെ സാധനം താഴോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. പിന്നെ ചേട്ടൻ്റെ സഹായം തന്നെ വേണ്ടി വന്നു. പിന്നെ ചേട്ടൻ പയ്യെ ഇറക്കി താഴെ വെച്ചെന്ന്. പിന്നെ ചേട്ടനെ കൊണ്ടുപോകുന്നതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ചേട്ടൻ തന്നെ കവറൊക്കെ എടുത്തോളും, പിന്നെ ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ സപ്ലൈകോയിലോട്ട് കയറി. കുട്ടയെടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്തൊക്കെ എടുക്കണമെന്നൊരു വെപ്രാളമാണ്. ക്രിസ്മസിൻ്റെ പുൽക്കൂടൊന്നും ഇവിടെ അഴിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ എല്ലാ സാധനങ്ങളും ആദ്യം ഒന്ന് നോക്കി, എന്തൊക്കെ വേണമെന്നൊക്കെ നോക്കി. പിന്നെ ഞാനൊരു ഉജാല എടുത്തു. ഉജാല എപ്പോഴും ആവശ്യമാണല്ലോ നമുക്ക്. പിന്നെ കുട്ടയും പിറക്കിയെടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ മുളകുണ്ടായിരുന്നു, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആവശ്യമുള്ളതെല്ലാം കുട്ട നിറയെ എടുത്ത്. പിന്നെയാണെങ്കിൽ പാൽപ്പൊടി ചേട്ടൻ കാണിച്ച്. എന്നെ പേടിച്ച് ചേട്ടൻ അപ്പം തന്നെ പാൽപ്പൊടി തിരിച്ചു വെച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പൊടി ചുമ്മാ കഴിക്കാൻ. അങ്ങനെ എല്ലാ സാധനങ്ങളും വാരിപ്പറക്കി ബില്ല് അടച്ച് കണ്ണും തള്ളി പിന്നെ എല്ലാം എടുത്ത് ചാക്കിലും ഒക്കെ ആക്കി നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. പിന്നെ പോയി ഒരു സർബത്തും കുടിച്ചു. ഈ മുള്ളിലുള്ള ഇവിടുത്തെ സർബത്ത് നല്ല ടേസ്റ്റാണ്. നല്ല പാൽ സർബത്താണ്, നല്ല ഫ്രൂട്ട്സൊക്കെ ഇട്ട് അടിപൊളി സർബത്താണ്. പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഇന്നിങ്ങനെ ഈ കറക്കങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും വെച്ചില്ല. അങ്ങനെ ഉച്ചത്തേക്ക് കുഴിമന്തി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കളയുള്ള ഇറാനിലോട്ട് വന്നു. ഇറാനിലോട്ട് വന്നപ്പോഴാണെങ്കിലോ നല്ല കുഴിമന്തി വാങ്ങിച്ച്. ഹാഫ് വാങ്ങിച്ചിട്ട് പോരാന്ന് തോന്നി ചേട്ടൻ ക്വാർട്ടറും കൂടെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ ചുറ്റും ഒരു നോട്ടം, എന്തൊക്കെയാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോഴാണെങ്കിൽ നോക്കി ഉപ്പിലിട്ട സാധനങ്ങൾ. ഇത് കണ്ടാൽ എൻ്റെ കൺട്രോൾ പണ്ടേ പോകും. പിന്നെ അതെല്ലാം വാരിപ്പറക്കിയെടുത്ത് അതെല്ലാം തിന്ന്. ചേട്ടൻ ഇതിനോടൊന്നും അത്ര താല്പര്യകക്ഷിയല്ല. പക്ഷെ എനിക്കങ്ങനെയൊന്നുമില്ല, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെല്ലാം അടിച്ച് കയറ്റിയിട്ട് പിന്നെ ഇറാനിയിലെ ബില്ലും കണ്ണും തള്ളി അവിടെ നിന്ന ശേഷം എല്ലാം ബൈക്കിൽ വെച്ച് കൊണ്ടുപോയി. നമ്മൾ മാവേലിയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളും റേഷൻ കടയിൽ വെച്ച സാധനങ്ങളും എല്ലാം അവിടെ തന്നെ മാവേലിയിൽ തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ചേട്ടന് പെട്രോൾ അടിക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാം കൂടെ എല്ലാ സാധനങ്ങളും കൂടെ വാരിപ്പറക്കി എണ്ണയും ഓട്ടയൊക്കെ കയറ്റി ചേട്ടൻ അങ്ങ് വിട്ടു. പിന്നെ വീടെത്തുന്ന സമയത്ത് ചേട്ടനിങ്ങ് എത്തി. ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.